നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കിയ ന്യൂമറോളജി കൈകാര്യം ചെയ്യുന്നു. പല ആൾക്കാർക്കും ഇന്നും അറിയുമില്ല എന്താണ് ഈ പ്രോണോളജി എന്നാൽ. ഏതൊരു അക്ഷരങ്ങൾക്കും ഒരു കമ്പനമുണ്ട്. നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ചില അക്ഷരങ്ങൾ കൂടിച്ചേർന്നാൽ നെഗറ്റീവ് ആകാം, ചില അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ പോസിറ്റീവ് ആകും. എല്ലാ അക്ഷരങ്ങളും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഋഥമുണ്ട്. ഋഥം എന്നാൽ ഇങ്ങനെ ഒരു തരംഗം. നമ്മളിപ്പോൾ പറയുകയാണ് സ്വരങ്ങൾ സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു സുഖമില്ല. അതിന് പകരമായിട്ട് സ രി ഗ മ പ ധ നി, സ നി ധ പ മ ഗ രി, സ സ സ രി 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 ഗ ഗ ഗ മ മ മ പ പ പ. ഇങ്ങനെ ജപിക്കുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾക്ക് കേൾക്കുന്നവർക്ക്, ഞാൻ ചൊല്ലുമ്പോഴല്ല, മറ്റുള്ളവർ ദാസേട്ടനെ പോലെ ആൾക്കാരും അല്ലെ സംഗീതം പഠിച്ചവരൊക്കെ ചെയ്യുമ്പോൾ കേൾക്കാൻ ശ്രുതി മധുരമാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൻ്റെ 26 അക്ഷരങ്ങളും ചിലയിടങ്ങളിൽ കൂടിച്ചേരുമ്പോൾ നല്ല ലെവലിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് പ്രോണോളജി. ഈ ശാസ്ത്രശാഖ ഡെവലപ്പായി വരുന്നു. ഭാഗ്യത്തിന് മലയാള ഭാഷയിലേക്ക് മലയാളികൾക്ക് ഈ ശാസ്ത്രശാഖ യൂട്യൂബിലൂടെ അത്യാവശ്യം വിശദീകരിച്ച് നൽകുവാൻ സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നന്ദി പ്രകൃതി ശക്തികളോട്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നു. ഇന്ന് നമ്മുടെ യൂട്യൂബ് തംബ്നെയിലിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. ധാരാളം പേര് ചോദിച്ചിരുന്നു. ഞാൻ പിന്നെ അത് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല, ഒട്ടുമിക്കവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ചോദിച്ചു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാർക്കും, കുറച്ച് പ്രേക്ഷകരേ ഉള്ളൂ, അതിൽ പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. അതിൽ ഒരു കളർ കൊടുത്തിട്ടുണ്ടല്ലോ, മൾട്ടി കളർ. നിങ്ങൾ 1-ാം തീയതി ജനിച്ച വ്യക്തിയാണെങ്കിൽ ആ കളത്തിൽ കൊടുത്തിരിക്കുന്ന നിറമാണ് നിങ്ങളുടെ സപ്പോർട്ടിംഗ് കളർ. അല്ല വെറുതെ ഒരു കളർ കൊടുത്തതല്ല കേട്ടോ, മൾട്ടി കളർ കൊടുത്തതല്ല. 2-ാം തീയതി ജനിച്ചവർ, 2 വെച്ചാൽ റൂട്ട് നമ്പർ എടുത്താൽ മതി. 1-ാം തീയതി എന്നാൽ 1, 10, 19, 28 തീയതികളിലും, 2-ാം തീയതി എന്നാൽ 2, 11, 20, 29 തീയതികളിൽ ജനിച്ചവരും, അങ്ങനെ 3-ൻ്റെയൊക്കെ റൂട്ട് നമ്പറിൽ ജനിച്ചവർക്ക് പറ്റുന്ന കളറാണ് ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ആ രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ ജനിച്ചത് 8-ാം തീയതിയാണ്, പക്ഷേ ഞാൻ എപ്പോഴും റെഡ് ഉപയോഗിക്കുള്ളൂ. അത് വേറെ ചില കാര്യങ്ങളാണെന്ന് വെച്ചോളൂ.